പ്രിയമുള്ളവർ, നമ്മുടെ അംഗൻവാടിയുടെ ഉദ്ഘാടകൻ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട മണിയാശാൻ രാജകുമാരി കഴിഞ്ഞ് ഏകദേശം 5 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിച്ചേരും. അതുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളും ഈ പന്തലിനകത്തേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ എല്ലാം ഈ വേദിയിലേക്ക് ക്രമീകരിച്ചിട്ടുള്ള വേദിയിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. CDPO സൂപ്പർവൈസർ ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. നമ്മുടെ ഈ അംഗൻവാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള ഉടുമ്പൻചോലയുടെ ഏറെ പ്രിയപ്പെട്ട MLA-യും സംസ്ഥാന ഗവൺമെന്റ് മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ മണിയാശാൻ, ഇതേപോലെ ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ ഏറെ പ്രിയങ്കരായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ സുമാ ബിജു അടക്കം ഈ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നമുക്കറിയാം ഇന്ന് ഈ നാടിനെ സംബന്ധിച്ച് ഒരു സന്തോഷത്തിന്റെ സുദിനമാണ്. നമ്മുടെ 1992 ഈ അംഗൻവാടി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏകദേശം 92-93 പരിമിതമായ സൗകര്യത്തോടു കൂടിയിട്ട് ഈ അംഗൻവാടി പ്രവർത്തിച്ചപ്പോൾ ഏകദേശം 95 കൂടിയാണ് ഇതിന് പുഞ്ചക്കരയിലെ അനിച്ചേട്ടന്റെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങിച്ചുകൊണ്ട് താൽക്കാലിക ഒരു അന്നത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കി ആ കെട്ടിടത്തിലാണ് ഈ അംഗൻവാടി പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. ഈ നാടിനെ സംബന്ധിച്ച് നിരവധിയായ കുട്ടികളാണ് ഇവിടുന്ന് പഠനം പൂർത്തീകരിച്ചു പോയിട്ടുള്ളത്. കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിലെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഈ നേതൃത്വം കൊടുക്കുവാൻ ഈ സ്ഥാപനത്തിനും ഇവിടെ പ്രവർത്തിച്ച ജീവനക്കാർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ നാടിന്റെ ഒരു വളരെ സന്തോഷകമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ICDS ഓഫീസിൽ നിന്ന് കിട്ടിയ ഏറ്റവും ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഈ അംഗൻവാടിക്ക് ഫിറ്റ്നസ് ഇല്ല എന്നുള്ളതാണ്. ഈ റോഡിലൂടെ വാഹനം പോകുമ്പോൾ ഭിത്തി കുലുങ്ങുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഈ അംഗൻവാടി പ്രവർത്തിച്ചിരുന്നത് കാലപ്പഴക്കം കാരണം. അപ്പൊ അതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി പെട്ടെന്ന് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. നമുക്കറിയാം, പ്രളയവും കോവിഡും കഴിഞ്ഞ് സാമ്പത്തികമായ വളരെ പരിമിതമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു നമ്മുടെ നാട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് എല്ലാം കേന്ദ്ര ഗവൺമെന്റ് അടക്കം സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്ന സാഹചര്യത്തില് ഈ അംഗൻവാടിയുടെ പ്രവർത്തനം നിർമ്മാണം എങ്ങനെ ആരംഭിക്കാം എന്ന് നല്ല രീതിയിൽ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തില് ഇതിനെ പല വകുപ്പുകളുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ അംഗൻവാടിയുടെ പണികൾ പൂർത്തീകരിച്ചത്. നമുക്കറിയാം, ആദ്യം തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും അതുകൂടാതെ ICDS ഡിപ്പാർട്ട്മെന്റിന്റെയും പഞ്ചായത്ത് വെച്ചിട്ടുള്ള പൈസയും സഹിതം ഏകദേശം 15 ലക്ഷം രൂപയോളം മുടക്കിയാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഈ മനോഹരമായ ഈ അംഗൻവാടി ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ അംഗൻവാടിയെ സ്മാർട്ടാക്കി മാറ്റുക. നമുക്കറിയാം, ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്.
അപ്പോൾ ഈ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവണം. നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളും സ്മാർട്ടാക്കി മാറ്റണം. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതി പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന് ഇരിക്കുന്നത്. നമുക്ക് ഉദ്ഘാടന ഇതിന്റെ തറക്കല്ലിടൽ കടമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ 2 അംഗൻവാടിയുടെ നിർമ്മാണമാണ് ആ സമയത്ത് നമ്മൾ തുടങ്ങി വെച്ചത്. ഇതിന്റെ പണി നമുക്ക് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത അംഗൻവാടി പൊങ്ങണി സിറ്റിയിലാണ്. അതിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളൊക്കെ പഞ്ചായത്ത് ഭരണസമിതി ഈ അംഗൻവാടികളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വളരെ ജാഗ്രതയുള്ള പ്രവർത്തനം നടത്തുകയാണ്. നമുക്കറിയാം, അമ്മമാരുടെ മടിത്തട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ ഏറ്റവും ആദ്യം ഈ പ്രകൃതിയുമായി ഇണങ്ങുന്നത് അംഗൻവാടികളിലൂടെയാണ്. അപ്പൊ അവരുടെ മനസ്സിന് സന്തോഷമാകുന്ന രീതിയിൽ അംഗൻവാടികളെല്ലാം ശിശു സൗഹൃദമാക്കിക്കൊണ്ടാണ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഇന്ന് കാണുന്ന ഈ മനോഹരമായ കെട്ടിടം പണിയുമ്പോൾ ഈ റോഡ് സൈഡിൽ തന്നെ സ്ഥലം തന്നത് നമ്മുടെ പുഞ്ചക്കരിയിലെ അനുചേട്ടനാണ്. അന്നൊക്കെ സ്ഥലം കിട്ടാതിരുന്ന സാഹചര്യത്തിൽ നല്ല മനസ്സോടെ ഈ അംഗൻവാടിക്ക് സ്ഥലം തന്ന പ്രിയപ്പെട്ട അനുചേട്ടനെ ഞാൻ വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ വികസനം എന്ന് പറയുന്നത് മണിയാശാൻ മന്ത്രിയായിട്ട് വന്നപ്പോൾ വികസനങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പെരുമഴക്കാലം തീർത്തുകൊണ്ടാണ് മണിയാശാന്റെ കടന്നുവരവ് നമുക്ക് ഏറെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളത്. മുരുക്കുംതോട്ടിയിൽ നിന്ന് വട്ടപ്പാറയ്ക്കുള്ള റോഡ് BMBC നിലവാരത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ വാർഡിൽ തന്നെ 1 കോടി രൂപ മുടക്കി റീബിൽഡ് പദ്ധതിയിലൂടെ റോഡ് നിർമ്മിച്ചു. നമ്മുടെ പഞ്ചായത്തിൽ ഈ വാർഡിലെ മുഴുവൻ റോഡുകളുടെയും അറ്റകുറ്റപ്പണികൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഭരണസമിതി അധികാരത്തിൽ വരുന്ന സമയത്തെല്ലാം ഈ റോഡ് വളരെ മോശമായി കിടക്കുന്ന സാഹചര്യം. ഏകദേശം 27 ലക്ഷം രൂപ മുടക്കിയാണ് 2-3 വർഷങ്ങൾ കൊണ്ട് ഈ റോഡിന്റെ പൂർത്തീകരണം നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം ഇനി നമുക്കറിയാം, നമ്മുടെ മുരുക്കുംതോട്ടിയിൽ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോ അപ്പുറത്തെ മുരുക്കുംതോട്ടിയിൽ വീണ്ടും മണിയാശാൻ ഒരു ഹൈമാസ്റ്റ് കൂടി ലൈറ്റ് കൂടി നമുക്ക് അനുവദിച്ചിട്ട് തന്നിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. അടുത്ത ദിവസം തന്നെ അത് ഫിറ്റ് ചെയ്യും. അപ്പോ ഇതുകൂടി അനുവദിച്ചു തന്ന നമ്മുടെ ഏറെ പ്രിയങ്കരനായ മണിയാശാനുള്ള നന്ദി ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മള് പഞ്ചായത്തിലെ വിവിധ പദ്ധതികൾക്കുമായിട്ട് വരുമ്പോൾ നമ്മുടെ ഈ വാർഡിനെ പ്രത്യേകമായ ഒരു പരിഗണന തന്നുകൊണ്ട് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും നമ്മളോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യത്തിലായിക്കോട്ടെ, കുടിവെള്ളത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, അങ്ങനെ ഏത് വിഷയങ്ങളുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ വാർഡിനെ മുൻനിരയിലേക്ക് എത്തിക്കാൻ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിന് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടത്തെ നല്ലവരായ സഹോദരന്മാർ നല്ല പിന്തുണയാണ് എന്നും തന്നിട്ടുള്ളത്. നാളുകളിലും അത് ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി സുമ ബിജു അവർ പ്രസിഡന്റിനെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ അംഗൻവാടി ഇന്ന് നാടിന് സമർപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മണിയാശാനാണ്. മണിയാശാൻ ഏത് കാര്യം പറഞ്ഞാലും അത് നടന്നിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹൈറേഞ്ചിന്റെ കുടിയേറ്റക്കാരുടെ ഏതൊരു പ്രതീക്ഷയ്ക്കത്ത് ഉയർന്നുകൊണ്ട് എല്ലാവിധ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് വികസന പെരുമഴക്കാലം സൃഷ്ടിച്ച പ്രിയപ്പെട്ട മണിയാശാൻ നമ്മുടെ ഉദ്ഘാടന ചടങ്ങിൽ എത്തിച്ചേർന്നു. മണിയാശാനെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ പി രാജാറാം അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രാജാറാമിനെ വളരെ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ ശ്രീമതി ആശാ സന്തോഷ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീമതി ആശാ സന്തോഷിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ സിജിത് ചേട്ടൻ എപ്പോഴും ഏത് കാര്യത്തിനും വളരെ സ്പീഡിലാണ് 100 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ആളാണ് സിജിത് ചേട്ടൻ. ഏത് കാര്യത്തിനും മുൻപന്തിയിൽ നിന്ന് നയിക്കുന്ന, നമുക്ക് നിർദ്ദേശം തരുന്ന പ്രിയപ്പെട്ട സിജിത് ചേട്ടനെ വളരെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ICDSന്റെ CDPO ശ്രീമതി ആര്യ, അതുപോലെ ശ്രീമതി സൂപ്പർവൈസർ ശ്രീമതി നസീമ MA, ഇവർ രണ്ടുപേരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഇപ്പൊ മലനാട് കാർഷിക വികസന ബാങ്കിന്റെ ഡയറക്ടർ കൂടിയായ വർഗീസ് ആറ്റൂർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വർഗീസ് ചേട്ടനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്തിലെ എല്ലാവിധ നിർദ്ദേശങ്ങളും തന്നുകൊണ്ട് നിൽക്കുന്ന ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ ശ്രീ KK തങ്കച്ചേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തങ്കച്ചേട്ടനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വാർഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി അംഗവും ആസൂത്രണ സമിതി അംഗവുമായിട്ടുള്ള ശ്രീ AP രവീന്ദ്രൻ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രവീന്ദ്രൻ ചേട്ടനെ വളരെ സ്നേഹത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വാർഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി അംഗവും ഈ നിർമ്മാണ കമ്മിറ്റിയുടെ അംഗങ്ങൾ കൂടി ആയിട്ടുള്ള ശ്രീ ബാബു ചേട്ടൻ, അതുപോലെ തന്നെ ഹസൻ അടക്കം ശ്രീ മുരളി കുഞ്ചക്കര അടക്കമുള്ള മുഴുവൻ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമുക്കറിയാം ഏത് പ്രവർത്തനത്തിനും ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തിക്കടന്നു വരാറുണ്ട്. ഇന്നും എത്തിച്ചേർന്നിട്ടുണ്ട് ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ആളുകൾ. ICDSന്റെ മറ്റുള്ള അംഗൻവാടികളിൽ നിന്നല്ല എല്ലാ ജീവനക്കാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ വർക്കർമാരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുകൂടാതെ ഈ വാർഡിന്റെ കുടുംബശ്രീയുടെ അധ്യക്ഷ, ADSന്റെ പ്രസിഡന്റ്, CDS മെമ്പർമാർ, ADSന്റെ ഭാരവാഹികൾ, മേറ്റുമാർ, മുഴുവൻ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി നമുക്കറിയാം, ഇത് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പൂർത്തീകരിച്ചപ്പം 8 ലക്ഷം രൂപയുടെ മെറ്റീരിയൽസ് ആണ് നമുക്കിത് കിട്ടിയത്. പക്ഷെ ലേബർ എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലാളികളാണ് ഇതിനെ സഹകരിച്ചിട്ടുള്ളത്. അപ്പം ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം സഹകരിച്ചത് ഇവിടുത്തെ മേറ്റുമാരും ഇവിടുത്തെ തൊഴിലാളികളുമാണ്. അവര് സമയബന്ധിതമായി മസ്തൂൾ എടുക്കുകയും അതിനു വേണ്ടുന്ന പണിക്കൂലികളെല്ലാം ഒപ്പിട്ട് മാറിക്കൊണ്ട് അതെല്ലാം ആ രീതിയിൽ ക്രമീകരിച്ചത് ഈ വാർഡില് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന മേറ്റുമാരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ആ കൂട്ടായ്മയുടെ പ്രതീകമാണ്. അപ്പൊ അവരെല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. വളരെ സ്നേഹത്തോടെ അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത് ജീവനക്കാർ നമുക്കറിയാം നല്ല രീതിയിൽ ആരും ഒരു മോശം പോലും പറയാതെ നല്ല രീതിയിൽ ഈ സ്ഥാപനത്തെ ഇതുവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അംഗൻവാടി വർക്കേഴ്സ്, ഒന്ന് ലക്ഷ്മിബായി ടീച്ചറും സാലിഹയും രണ്ടുപേരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇത് കവർ ചെയ്യാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള മീഡിയ പ്രവർത്തകർ, ജോജി, അരുണടക്കമുള്ള മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ പദ്ധതി ഏറ്റെടുക്കുമ്പോൾ വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഇതെങ്ങനെ പൂർത്തീകരിക്കാൻ പറ്റും? തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയാണ് നമ്മൾ ആദ്യം ഈ അംഗൻവാടി കെട്ടിടത്തിന് തുക വകയിരുത്തിയത്. 8 ലക്ഷം രൂപ തൊഴിലുറപ്പ് പദ്ധതിയിലും ആ 8 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ICDS ഡിപ്പാർട്ട്മെന്റിന്റെ, അങ്ങനെ 10 ലക്ഷം രൂപ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇതെങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നൊന്നും നല്ല നിശ്ചയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും തൊഴിലുറപ്പ് പ്രവർത്തകരുടെ അല്ലെങ്കിൽ അവരുടെ ജീവനക്കാരുടെയൊക്കെ ഒരു നല്ല സഹകരണം കൊണ്ട് കൃത്യസമയത്ത് തന്നെ സമയബന്ധിതമായിട്ട് നമുക്ക് പണികൾ ഏറ്റെടുക്കാനും പണികൾ നല്ല രീതിയിൽ നടത്തിക്കാനുമായിട്ട് സാധിച്ചു. അക്കാര്യത്തിൽ ഇവിടുത്തെ നാട്ടുകാരുടെ നല്ലൊരു സഹകരണം ഉണ്ടായിരുന്നു. കാരണം പദ്ധതിയാണ്, തൊഴിലുറപ്പാണ്, പണികളൊക്കെ കൃത്യസമയത്ത് മറ്റ് ആക്ഷേപങ്ങളൊന്നും കൂടാതെ തന്നെ പൂർത്തീകരിക്കാനായിട്ടത് സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം ബാലൻസ് തീരാതെ വന്ന പ്രവൃത്തികൾ പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുഴുവൻ പണികളും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഏകദേശം മുഴുവൻ പണികളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇന്ന് അംഗൻവാടി കെട്ടിടം ഈ നാടിന് സമർപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മറ്റൊന്നിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഒട്ടേറെ പ്രയത്നം ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. എന്താണെങ്കിലും ഇത് നല്ല രീതിയിൽ പൂർത്തീകരിക്കാനായിട്ട് പഞ്ചായത്ത് ഭരണസമിതിയെ കൊണ്ട് സാധിച്ചു. എല്ലാവരുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒന്നടങ്കമായിട്ടുള്ള ഒരു സഹകരണം ഈ കാര്യത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിക്ക് ആവശ്യമായ മസ്ട്രോളും കാര്യങ്ങളും എല്ലാ സമയത്ത് ലഭ്യമാക്കി തന്നുകൊണ്ടിരുന്ന ബ്ലോക്ക് പഞ്ചായത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ വേദിയിൽ മുഖ്യപ്രഭാഷണത്തിന് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ടില്ല. എങ്കിൽ കൂടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നല്ലൊരു സഹകരണത്തോട് കൂടിയിട്ടാണ് നമുക്ക് ഈ പ്രവർത്തനം ഇവിടെ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ഉദ്ഘാടനത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഏറ്റവും അനുയോജ്യനായ ആളെ തന്നെയാണ് നമുക്ക് ഉദ്ഘാടന ചടങ്ങിൽ കിട്ടിയത്. വയ്യാഴികളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇങ്ങനെയൊരു കാര്യം ആദ്യം എനിക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരു അംഗൻവാടിയുടെ ഉദ്ഘാടനമല്ലേ, അതിനു വേണ്ടിയിട്ട് MLA ബുദ്ധിമുട്ടിക്കണമെന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു സഹകരണം കണ്ടപ്പോൾ ഞാൻ MLAയുടെ അടുത്തെങ്കിലും ചോദിച്ചപ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ അതിനെന്താ ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് മണിയാശൻ നമ്മുടെ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്നത്. നേരത്തെ തന്നെ എത്തിച്ചേർന്നു. എന്താണേലും എല്ലാവർക്കും ഈ പരിപാടി, ഈ പദ്ധതി ഇത്രയും വിജയകരമായിട്ട് പൂർത്തീകരിക്കുന്നതിന് പഞ്ചായത്തിനെ സഹായിച്ച എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഭരണസമിതി അംഗങ്ങൾ, ചുറ്റുമുള്ള പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, ഈ മുരിക്കും തൊട്ടിയിലെ നല്ലവരായിട്ടുള്ള മേറ്റുമാര്, തൊഴിലുറപ്പ് തൊഴിലാളികൾ, എല്ലാവർക്കും, NREGയുടെ ജീവനക്കാര്, പഞ്ചായത്തിന്റെ അടക്കമുള്ള എല്ലാ പേർക്കും ഞാനൊരു നന്ദി പറയാനുള്ള ഒരു അവസരമായിട്ട് കണക്കാക്കിക്കൊണ്ട് ഔപചാരികമായിട്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ഏറ്റവും ആദരണീയനായിട്ടുള്ള മണിയാശനെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അംഗനവാടി എന്ന് പറയുമ്പം
നമ്മുടെ പ്രദേശത്ത് ഗ്രാമപ്രദേശങ്ങളിൽ കുട്ടികൾക്ക് ഒത്തുചേരാൻ അവരുടെ ചെറുപ്പകാലം മറ്റ് സഹപ്രവർത്തകരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു പ്രാഥമിക വിദ്യാലയം. അവിടെ നിന്നാണ് സ്കൂളിലേക്ക്, ആ സ്കൂളിൽ നിന്നാണ് ഉന്നത വിദ്യാഭ്യാസത്തിലേക്കെല്ലാം പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അംഗൻവാടി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പ്രാഥമികമായി പരിശീലനം നൽകുന്ന ആദ്യ പാഠശാലയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുക ആഗ്രഹിക്കുക. അത് ഗ്രാമീണ മേഖലയിൽ വലിയ പ്രാധാന്യമുള്ളത്. അവിടെ കുട്ടികൾക്ക് ഒത്തുകൂടാനും അവരുടെ ബാല്യകാലത്തിൽ കൂടാനും കളികളിൽ ഏർപ്പെടുന്നതിനും എല്ലാം പ്രാഥമികമായ പരിശീലനം കിട്ടുന്നതുകൊണ്ട് അംഗനവാടിയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ സ്മാർട്ട് അംഗനവാടി കേന്ദ്രം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് ഞാൻ എൻ്റെ വാർത്ത അവസാനിപ്പിക്കുന്നു. നന്ദി. അലങ്കരിക്കുന്ന രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുമ ബിജു അവർ ഉദ്ഘാടനം ചെയ്യുന്നതായി ഇന്നിവിടെ ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല MLA ശ്രീ മണിയാശാൻ, മറ്റ് ജനപ്രതിനിധികളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സഹപ്രവർത്തകരെ, നാട്ടുകാരെ, കുട്ടികളെ. ഒരു അംഗനവാടി എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകം തന്നെയാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ അവന്റെ വിവിധങ്ങളായ കാലഘട്ടങ്ങളിലെല്ലാം ഒരു അംഗനവാടി പല വിധത്തിലുള്ള സേവനങ്ങൾ നൽകി വരുന്നുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുന്നത്, അവന് പാൽ കുടിക്കുന്ന കാലഘട്ടം, അവന്റെ പ്രീ സ്കൂൾ കാലഘട്ടം, കൗമാരം, അതുപോലെ അവന്റെ വിവാഹശേഷം വീണ്ടും പ്രഗ്നൻസി, ഡെലിവറി, അങ്ങനെ ഓരോ അവസ്ഥകളിലും പലവിധങ്ങളായ സേവനങ്ങൾ ഗുണകരമായ അവയർനെസ് ക്ലാസ്സുകളിലൂടെ വ്യക്തിപരമായി നൽകുന്ന നിർദ്ദേശങ്ങളിലൂടെ, ന്യൂട്രീഷ്യസ് ആയ ഫുഡ് നൽകുന്നതിലൂടെ, അങ്ങനെ ഒരുപാട് സേവനങ്ങൾ ഒരു അംഗനവാടി നൽകി വരുന്നുണ്ട്. നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പിന്റെ വിവിധങ്ങളായ പദ്ധതികളുണ്ട്. അവയെല്ലാം നാട്ടുകാരിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ആവശ്യമുള്ള, അതായത് അർഹരായവർക്ക് എല്ലാവർക്കും നേടിയെന്ന് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി നമ്മുടെ അംഗനവാടി പ്രവർത്തകർ, ഒരു അംഗനവാടി ചെയ്യുന്ന സേവനങ്ങൾ ഒരുപാട് വലുതാണ്. അങ്ങനെ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സ്ഥാപനത്തിന്, നമ്മുടെ അംഗനവാടിക്ക് ഇത്രയും പുതിയ ഒരു അംഗനവാടി കെട്ടിടം ലഭ്യമാകുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതും ഇത്രയും മനോഹരമായ ഒരു കെട്ടിടം നമുക്ക് നമ്മുടെ മുരിക്കുംതൊട്ടി അംഗനവാടിക്ക് ലഭിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. അതിനായി അക്ഷീണം പ്രയത്നിച്ച നമ്മുടെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും ഇവിടെയുള്ള എല്ലാ നാട്ടുകാർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്.
തുടർന്നും നിങ്ങളുടെ എല്ലാ സഹകരണം ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ അംഗൻവാടിയുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി നടക്കട്ടെ, ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുരിക്കൻതൊട്ടി 33-ാം നമ്പർ സ്മാർട്ട് അംഗൻവാടിയിലെ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി സമാപിച്ചു. നമ്മുടെ ഇന്നത്തെ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി ഇവിടെ പ്രഖ്യാപിച്ച നമ്മുടെ പ്രിയപ്പെട്ട MLA മണിയാസ, ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട അധ്യക്ഷ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സമാപിച്ചു, ഏറ്റവും ആദരണീയനായ മണിയാസാൻ, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രതിനിധികൾ, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള വർഗീസ് ആറ്റുപുറം, പി രവീന്ദ്രൻ, ഇവിടെ ഈ പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ടവർ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ, ആദ്യമായി മുരുക്കൻതൊട്ടിയിൽ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ഈ അംഗൻവാടിയുടെ ഉദ്ഘാടന പരിപാടി ഇത്രയും മനോഹരമായി സംഘടിപ്പിച്ചതിന്റെ സംഘാടകരെ, മെമ്പറെ അടക്കം ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇത്രയും വലിയൊരു പങ്കാളിത്തമാണ്. ഈ നാടിന്റെ ഒരു ഉത്സവ പ്രതീതി ജനിപ്പിക്കുന്ന നിലയിൽ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന ഈ മുരുക്കൻതൊട്ടിയിലെ മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി, അതുപോലെ ആശംസകളും നേരുകയാണ്. ഇപ്പൊ നമ്മുടെ കേരളം എന്ന് പറയുന്നത് സർവതല സ്പർശിയായ വികസനം നടക്കുന്ന ഒരു നാടാണ്. അത് അംഗൻവാടി മുതൽ നമുക്കറിയാം ലോകപ്രശസ്തമായ തുറമുഖം വരെ ദേശീയപാത അടക്കം എത്തി നിൽക്കുന്ന സർവതല സ്പർശിയായ വികസനത്തിന്റെ നാടായി ലോകത്തടയാളപ്പെടുത്തുകയാണ് കേരളത്തെ. ഈ സന്ദർഭത്തിലാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നാടിന്റെ വികസനത്തിൽ ഏറ്റവും പ്രാഥമികമായത് പശ്ചാത്തല സൗകര്യമാണെന്ന ഗവൺമെന്റിന്റെ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ആ ഗവൺമെന്റിൽ ജനപ്രതിനിധിയായിരുന്നു കൊണ്ടും മണിയാസാന്റെ നേതൃത്വത്തിൽ നടന്ന അഭൂതപൂർവമായ വികസന വിപ്ലവം, പശ്ചാത്തല വികസന രംഗത്തെ മുന്നേറ്റങ്ങൾ, ഇതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് കേരളത്തിൽ നമ്മുടെ അംഗൻവാടികൾ സ്മാർട്ടാകുന്നത്. ബഹുമാന്യ CDP ഉൾപ്പെടെ പറഞ്ഞു. ഇപ്പൊ നമുക്കറിയാം 50 വർഷമാകുകയാണ് ഈ ICDS പ്രോജക്ട് ഇന്ത്യയിൽ ജന്മമെടുത്തിട്ട്. ആ 50 വർഷത്തിനിടയിൽ നമ്മുടെ രാജ്യവും ലോകവും എല്ലാം ഒത്തിരി മാറി. പക്ഷെ അംഗൻവാടി രംഗത്തെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായി മാറിയ ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ CDP ഒക്കെ അത് നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അതാണ് കേരളത്തിന്റെ അംഗൻവാടികളുടെ ഒരു ചിത്രം. ഇവിടെ മണിയാസാനും സൂചിപ്പിച്ചു. ഒരു അംഗൻവാടിയിലേക്ക് കയറി ചെന്നാൽ ഏതാണ്ട് 28 രജിസ്റ്ററുകൾ അംഗൻവാടി ടീച്ചറിന്റെ മേശപ്പുറത്ത് 28 രജിസ്റ്ററുകളാണ്. ഇപ്പൊ കേവലം ഒരു വിദ്യാർത്ഥികളുടെ സ്വഭാവവൽക്കരണം, രൂപീകരണം എന്നതിനുപരി ഒരു നാടിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ജനസേവന കേന്ദ്രങ്ങളാണ് നമ്മുടെ അംഗൻവാടികൾ. സർവകൾ, ഗർഭിണികളുടെ അങ്ങനെ 100 കൂട്ടം പ്രവർത്തനങ്ങൾ. അപ്പൊ ഒരുപക്ഷെ നമുക്കൊരു പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് സ്ഥാപനത്തിന് കൊടുക്കുന്നതിലും പ്രാധാന്യവും ഗൗരവം കൊടുക്കേണ്ട ഒരു മകൾ സംരംഭമാണ് നമ്മുടെ അംഗൻവാടികൾ എന്ന് പറയുന്നത്. അപ്പൊ അത് മുരുക്കൻതൊട്ടിയെ സംബന്ധിച്ച് വളരെ മനോഹരമായി 15 ലക്ഷം രൂപയുടെ വലിപ്പത്തെക്കാൾ ഉപരി ഇവിടുത്തെ തൊഴിലുറപ്പ് രംഗത്തെ പ്രവർത്തകർ, ജനപ്രതിനിധി, ബഹുമാനായ അധ്യക്ഷ, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി, ഈ സ്ഥലം കൈമാറിക്കൊടുത്ത ഏറ്റവും പ്രിയപ്പെട്ട അനിരുദ്ധൻ, കുഞ്ചക്കര, നിങ്ങൾ ഓരോരുത്തരും വഹിച്ച ഈ പങ്ക്, ഇത്രയും മനോഹരമായ ഒരു അംഗൻവാടി നിർമ്മിച്ചതിന്റെ ഉദ്ഘാടനം മണിയാസാനെ കൊണ്ട്, ആരാധ്യനായ മണിയാസാനെ കൊണ്ട് നിർവഹിച്ച് ഒരു ചരിത്രത്തിന്റെ ഭാഗമാകുന്ന ഈ ദൗത്യത്തിൽ പങ്കെടുത്ത നിങ്ങളെല്ലാം ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. നമ്മുടെ ഈ സ്മാർട്ട് അംഗൻവാടിയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് വിജയാശംസകൾ നേരുന്നു. വാക്കുകൾ ചുരുക്കുന്നു. മുരിക്കൻതൊട്ടിയിലെ 33-ാം നമ്പർ അംഗൻവാടിയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ ഏറെ സ്നേഹം നിറഞ്ഞ അധ്യക്ഷ, പ്രിയപ്പെട്ട ഉദ്ഘാടകൻ മണിയാസൻ അടക്കം
വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മുരിക്കുന്നട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറഞ്ഞു വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലാണെങ്കിൽ പോലും ഇത്രയും അധികം ഒരു ജനക്കൂട്ടം, നമുക്കറിയാം ഒരു നാടിൻ്റെ തന്നെ വികസനത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് അംഗൻവാടി എന്ന് പറയുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന ഈ ഒരു കാലാവസ്ഥയിലും ഇവിടെ എല്ലാവരും ഇത്രയധികം സന്തോഷത്തോടു കൂടി എത്തിച്ചേർന്നു എന്ന് നമുക്ക് മനസ്സിലാവും. കൂടുതലൊന്നും വളരെ വിശാലമായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം എല്ലാവരും നല്ല രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുകയും നല്ല റിപ്പോർട്ട് അവർക്ക് ഒക്കെ നടത്തുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ വയസ്സ് നല്ല രീതിയിൽ ആലോചിച്ച് തന്നെ ഇതിൻ്റെ ആദരവും ഒക്കെ കൊടുക്കേണ്ടവരുടെ ലിസ്റ്റും ഒക്കെ തയ്യാറാക്കി നല്ലൊരു പ്രവർത്തനമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുകയുണ്ടായി. പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് അതിന് വേണ്ടിയിട്ട് വളരെ അധികം അക്ഷീണം കഷ്ടപ്പെട്ട ഒരാളാണ്. ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ രാജകുമാരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, നമുക്കറിയാം ഈ അംഗൻവാടിയുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പഞ്ചായത്ത് ഭരണസമിതിയിൽ വയസ്സ് വളരെ കാര്യമായിട്ട് തന്നെ അറിയിച്ചപ്പോൾ ആ അംഗൻവാടിയുടെ പണി നല്ല രീതിയിൽ നടത്തിയെടുക്കണമെന്നും ഏതെല്ലാം രീതിയിൽ നമുക്കറിയാം തൊഴിലുറപ്പ് മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രസിഡന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് മേഖലയെ ചേർത്തുകൊണ്ട് ICDSന്റെ ഒക്കെ സഹകരണത്തോടു കൂടി ഈ അംഗൻവാടി മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് 2 അംഗൻവാടികൾ, ഇതുപോലെ തന്നെ കെട്ടിടമില്ലാത്തൊരു അംഗൻവാടിയായിട്ട് ഒരെണ്ണം മീനേഷൻ യൂണിവേഴ്സിറ്റി അംഗൻവാടി, അതുപോലെ ഈ 2 അംഗൻവാടി നമുക്ക് സമയബന്ധിതമായിട്ട് പണി തീർക്കാമെന്ന് പറയുക, ഇതിനെക്കുറിച്ച് ആലോചിച്ച് അതിൻ്റെ തീരുമാനങ്ങളൊക്കെ അറിയിച്ച് മുന്നേ നിന്ന് നയിച്ച ഏറെ പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ഈ അംഗൻവാടിയുടെ ഉദ്ഘാടന ചടങ്ങിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള കൃതജ്ഞതയുണ്ട്. അതുപോലെ തന്നെ ഏറെ പ്രിയപ്പെട്ട മണിയാശാൻ ഉദ്ഘാടകൻ, നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിന് പ്രത്യേകിച്ച് ഏതൊരു വികസന മേഖലയിലും മണിയാശാന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. ഈ അംഗൻവാടിയുടെ നമ്മുടെ ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്ന് ഏറെപ്പെട്ട പ്രിയപ്പെട്ട മണിയാശാൻ, നമുക്കറിയാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാത്രമല്ല നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളടക്കം സ്മാർട്ടാക്കുന്നതിന് വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഏറെ പ്രിയപ്പെട്ട മണിയാശാൻ. സ്കൂളുകൾ മാത്രമല്ല കോളേജുകളും, ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം കോളേജുകളൊക്കെ വലിയ രീതിയിലുള്ള കോളേജുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്രാപ്യമായ കാര്യമായിരുന്നു ഇത്രയും കാലത്തോളം. പക്ഷേ മണിയാശാന്റെ ഒരു വികസനത്തിന്റെ പെരുമഴ സൃഷ്ടിച്ച കാലത്ത് നമുക്കറിയാം ശാന്തന്മാരയിലെ ഒരു കോളേജ്, നമ്മുടെ കുട്ടികളൊക്കെ പുറത്തുപോയി പഠിക്കുമ്പോൾ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം ഇവിടെ തന്നെ കിട്ടണം, കയ്യെത്തം ദൂരത്ത് തന്നെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മുടെ കോളേജും അതുപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ കോളേജ് അടക്കം ഇവിടെ കൊണ്ടുവന്ന ഏറെ പ്രിയപ്പെട്ട മണിയാശാൻ. നമുക്കറിയാം നമ്മുടെ സ്കൂളുകൾ സ്മാർട്ടാക്കുന്നതിൻ്റെ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് മണിയാശാൻ. അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര വികസനത്തിൻ്റെ പെരുമഴ സൃഷ്ടിച്ച മണിയാശാൻ ഇന്നത്തെ അംഗൻവാടിയുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ മണിയാശാന് സമയമില്ല, ഇനി ഓരോരുത്തരെയും എടുത്ത് പറയേണ്ടതാണ് പറയുന്നത്. അതുകൊണ്ട് മൊത്തത്തിൽ പറയുകയാണ്. പ്രിയപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരടക്കം, അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർ, ഇതിനുവേണ്ടി പ്രവർത്തിച്ച ബ്ലോക്ക് മെമ്പർ അടക്കം, ICDSന്റെ സൂപ്പർവൈസർ, ഈ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരടക്കം, ആസൂത്രണ സമിതിയുടെ ഉപാധ്യക്ഷൻ, അതുപോലെ തന്നെ ICDSന്റെ സൂപ്പർവൈസർ, ഇതിന് ചുക്കാൻ പിടിച്ച തൊഴിലുറപ്പ് ജീവനക്കാർ, വേറ്റിമാർ, അതുപോലെ പ്രിയപ്പെട്ട നാട്ടുകാരടക്കം ഏറെ സ്നേഹം നിറഞ്ഞ എല്ലാവരെയും ഒറ്റ വാക്കിൽ പ്രവർത്തനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. Gracias.